ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 58 മുതൽ 60 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 59 സങ്കീർത്തനം 16 വാക്യം. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അതികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. കരുത്തന്മാരായ ശത്രുക്കളാൽ ഭീഷണി നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തി ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് വിടുതലിനായി അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. പ്രാർത്ഥനയും യാചനയും ദൈവിക സംരക്ഷണത്തിൻ്റെ ഉറപ്പ് നൽകുന്നതുമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. ശത്രുവിൻ്റെ ഭീഷണി ഇവിടെ മാറിപ്പോകുന്നില്ല, തുടർച്ചയായി അവ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദയയിലും ശരണപ്പെടുന്ന സങ്കീർത്തനക്കാരനെയാണ് നാം ഇവിടെ കാണുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 19 അധ്യായത്തിലെ സംഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലമായി കരുതപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിൽ നിന്നുമുള്ള ചില ചെറിയ ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ശത്രു തൻ്റെ നേരെ അകൃത്യം നിരൂപിക്കുന്ന അവസ്ഥ. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളെ വരച്ചു കാട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. താൻ മറ്റുള്ളവരുടെ മേൽ അതിക്രമം കാണിക്കുകയോ മറ്റുള്ളവരിൽ അകൃത്യം നിരൂപിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ശത്രുക്കൾ നീതികെട്ട ദ്രോഹമാണ് തനിക്കെതിരെ സൃഷ്ടിക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 59 സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതാ, അവർ എൻ്റെ പ്രാണനായി പതിയിരിക്കുന്നു. യഹോവേ, ബലവാന്മാർ എൻ്റെ നേരെ കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുവായിട്ടല്ല, എൻ്റെ പാപം ഹേതുവായിട്ടുമല്ല. എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടി ഒരുങ്ങുന്നു. എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് താൻ രാജ്യദ്രോഹം ചെയ്തതിനാലല്ല, പിന്നെയോ ദൈവവും സമൂഹവും സഹജീവികളും ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ അംഗീകരിക്കുന്നതിനാലാണ്. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ചതിനാൽ സമൂഹത്തിൽ നിന്നും ഒരുപക്ഷെ നാമും പരിഹസിക്കപ്പെട്ടേക്കാം, ഉപദ്രവിക്കപ്പെട്ടേക്കാം. ഈ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും നമ്മുടെ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കണം. രണ്ടാമതായിട്ട്, ശത്രുക്കൾ അവർ മെനഞ്ഞ പാപത്തിൽ അവർ തന്നെ വീഴുന്ന അവസ്ഥ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ പെട്ടു എന്ന പഴഞ്ചൊല്ലു പോലെ ശത്രുക്കൾ പെട്ടുപോകുന്ന അനുഭവം ഇവിടെ ഉണ്ടാകുന്നു. അത് നമുക്ക് 12 വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. അവരുടെ വായിലെ പാപവും അധരങ്ങളിലെ വാക്കുകളിൻ നിമിത്തവും അവർ പറയുന്ന ശാപവും ഭോഷ്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ പെട്ടുപോകുന്ന പോലൊരു അനുഭവമാണ് ഇവിടെയും നാം കാണുന്നത്. ഇത്തരത്തിൽ ആന്തരികമായ ജീർണതയാണ് പല വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും തകർച്ചയ്ക്ക് പോലും കാരണമായി തീരുന്നത്. സകല തിന്മയും ദൈവരാജ്യത്തിന് ചേരാത്ത പ്രവൃത്തികളും ഇന്ന് സമൂഹത്തിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് മധ്യത്തിൽ ഒരു ദൈവ പൈതലിന് എപ്രകാരം തൻ്റെ സാക്ഷ്യം നിലനിർത്തുവാനായിട്ട് സാധിക്കും? ശത്രുവിൻ്റെ അമ്പുകളെ തകർക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ഞാനും നിങ്ങളും ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും, അതികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള മലിനതകൾക്കപ്പുറം അങ്ങയെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ അകൃത്യം നിരൂപിക്കുമ്പോഴും ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ കഴുമരം ഒരുക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവയൊക്കെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.